ഈ ശശി തരൂരിൻ്റെ നയതന്ത്ര ഇടപെടൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ശശി തരൂരിനെ ഒരു അനഭിമതനാക്കി മാറ്റിയ AICC തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഒരു അസൂയയോടെ നോക്കുകയാണ്. അതായത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന കൊളംബിയ ആ പ്രസ്താവന പിൻവലിച്ചത് പോലും ശശി തരൂരിൻ്റെ ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇടപെടലുകൾ വിശദീകരിച്ചതോടെയാണ്. ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് കൊളംബിയ. തരൂരും സംഘവും ഇന്ത്യക്ക് നൽകുന്നത് സുപ്രധാന വിജയം, ഒപ്പം അഭിമാന നിമിഷം കൂടിയാണ്. മോദിക്ക് ഏറെ പ്രിയപ്പെട്ടവനാകുന്നു തരൂർ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മോദി എടുത്ത നിലപാട് രണ്ട് തരത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇന്ത്യയുടെ പൊസിഷൻ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ആർക്ക് പറയാൻ കഴിയും ഭംഗിയായിട്ട്? തരൂരിന് പറയാനായിട്ട് കഴിയും. അപ്പോൾ അത് ഒരു നാച്ചുറൽ ചോയ്സാണ്. ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള സർക്കാരിൻ്റെ വിഷയങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ലോകത്തിൻ്റെ വിവിധ രാഷ്ട്ര പ്രതിനിധികളുടെ മുമ്പിൽ എങ്ങനെ അവതരിപ്പിക്കണം, ആരവതരിപ്പിക്കണം, ഏറ്റവും നല്ല രീതിയിൽ ആർക്കത് ചെയ്യാൻ കഴിയും, അതിന് അവരുടെ മുന്നിലുള്ള നാച്ചുറൽ ചോയ്സ് ആയിരുന്നു ശശി തരൂർ. അത്രയും കാര്യങ്ങൾ ഭംഗിയാണ്, ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വലക്കുന്ന അല്ലെങ്കിൽ കുഴിയിലാക്കുന്ന, കെണിയിലാക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. കാരണം കോൺഗ്രസിനകത്ത് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തിനനുസരിച്ച്, കഴിവുകൾക്കനുസരിച്ച് അംഗീകരിക്കപ്പെടുന്നില്ല. അങ്ങനെ അംഗീകരിക്കപ്പെടാതെ അസംതൃപ്തമായി നിൽക്കുന്ന ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന സമയത്ത് ശശി തരൂർ പഴയതിനേക്കാളൊക്കെ കൂടുതൽ സംതൃപ്തനാണ്. കാരണം വെച്ചാൽ അയാളുടെ കഴിവ് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ആ അവസരം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വിനിയോഗിക്കുന്നു. ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ആത്മപ്രകാശനം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിവിടെ നിർവഹിക്കപ്പെട്ടപ്പോൾ ശശി തരൂർ സന്തുഷ്ടനാണ്. പക്ഷേ ആ സന്തുഷ്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അസൂയയും അസന്തുഷ്ടിയും മാറി. കാരണം ഇവരെ അംഗീകരിക്കുന്നില്ല, പകരം BJP അംഗീകരിക്കുന്നു, സർക്കാർ അംഗീകരിക്കുന്നു, അതിനനുസരിച്ച് അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസിനോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഉപകരണത്തെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല? എഫക്റ്റീവായിട്ടൊരു ലീഡർ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഈ ഉപകരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല? അപ്പോൾ ആ ചോദ്യം വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് പ്രതിസന്ധിയിലാകുന്നു. കോൺഗ്രസിന് മുന്നിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ കോൺഗ്രസ് ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അംഗീകരിച്ച് മുന്നിൽ നിർത്തണം, അല്ലെങ്കിൽ അങ്ങേരെ വിട്ടുകൊടുക്കേണ്ടി വരും. പുറത്താക്കുന്നവർ വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം ശശി തരൂർ ഈ കാലത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരാശയം ഇതായിരുന്നു, രാഷ്ട്രമാണ് പ്രധാനപ്പെട്ടത്, രാഷ്ട്രീയമല്ല. രാഷ്ട്രമുണ്ടെങ്കിൽ, അതായത് ചുമരുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും, അതുപോലെ രാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്. ആ ഡയലോഗിൻ്റെ സാധ്യത എന്ന് പറയുന്നത് കോൺഗ്രസിന് നേരെയുള്ള ഒരു ആയുധം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രയോഗം കൂടിയാണത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ വിഷയത്തിൽ, അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശരിയായിട്ടുള്ള നിലപാട് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് ഒരു സന്ദേശം കൂടി ശശി തരൂർ കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരായ സന്ദേശമായിട്ട് മാറുന്നില്ല. അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊളംബിയയിലുണ്ടായതാണ്. കൊളംബിയ പാകിസ്ഥാന് അനുകൂലമായിട്ട് പ്രസ്ഥാനം ഇറക്കിയ ഒരു രാഷ്ട്രമല്ലേ? ആ രാഷ്ട്രത്തിന് അടുത്ത് ചെന്ന് അവിടുത്തെ നയതന്ത്ര പ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അത് മാറ്റിയെടുത്തു എന്നാണ്. നമ്മൾ കൃത്യമായിട്ട് ലോജിക്കലായിട്ട് ഈ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തരൂരിൻ്റെ ഭാഷ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷനാണല്ലോ ഇത്. ആ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമായിട്ടുള്ള രീതി നിർവഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മെറ്റീരിയൽസ്, നമ്മൾ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകൾ അതെല്ലാം അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അവർക്കത് ബോധ്യപ്പെടുകയും ഇന്ത്യയാണ് ശരി, പാകിസ്ഥാനല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ നിലപാട് തിരുത്തിയത്. അവർ ഇന്ത്യക്ക് അനുകൂലമായ പ്രസ്താവന ഇറക്കി, പാകിസ്ഥാനെതിരെ. ഇത് ഒരു മാജിക് പോലെയാണ്. കാരണം ശശി തരൂരും സംഘവും അവിടെ ചെന്ന് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ കൊളംബിയ ആർക്കൊപ്പം നിൽക്കും?
പാകിസ്ഥാനൊപ്പം നിൽക്കുന്നതിനെ. അപ്പൊ അത് മാറ്റി, അതെ. അത് മാറ്റുന്ന ഒരു മാജിക് ഇവരുടെ പ്രവർത്തനത്തിലുണ്ട്. ആ അത് മാജിക് ബി ജെ പിക്ക് അത് ഒരു വിജയകരമായി തന്നെ അത് എന്താണോ ബി ജെ പി ഉദ്ദേശിച്ചത് അത് അതേ അർത്ഥത്തിൽ ചെയ്യാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ സർക്കാർ അവർ ആഗ്രഹിക്കുന്ന എന്താണോ അത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെട്ടു. അതെ അതെ. അത് മാത്രമല്ല, ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കോൺഗ്രസ്സിൽ യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ കേന്ദ്രത്തിലൊന്നും അധികാരം ലഭിക്കില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ തന്നെ അടിപിടി കൂടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി. അപ്പോൾ ശശി തരൂരിന് വെറും ഒരു MP ആയി നിൽക്കാവുന്നതിനപ്പുറം വേറെ ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കാനൊന്നും ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇനി ബി ജെ പിക്കൊപ്പം പോകാനുള്ള സാധ്യതകൾ മാത്രമാണ് കാണുന്നത്. ബി ജെ പിക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ മറ്റൊന്നും ചിന്തിക്കാനില്ല. അതുമാത്രമല്ല, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്നും ഒരിക്കലും ഒരു വെല്ലുവിളിയാകുന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച വെല്ലുവിളിയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് മുകളിൽ, മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മുകളിൽ, KC വേണുഗോപാലിന് മുകളിൽ, അങ്ങനെ എല്ലാവർക്കും മുകളിൽ നിൽക്കുന്നൊരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തെ ആ പാർട്ടി ഒതുക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വളരാൻ കഴിയാത്തത്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ബി ജെ പിയിൽ എല്ലാവരും കഴിവുള്ളവരാണ്. അപ്പോൾ നല്ല കഴിവുള്ള ഒരാളും കൂടി ചെല്ലുമ്പോൾ അത് കൂടുതൽ ഒരു ടീം വർക്കാണ്, അത് ശക്തമാകും. അതുകൊണ്ട് തന്നെ ബി ജെ പി അദ്ദേഹത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ഒപ്പം തിരുവനന്തപുരത്ത് ഇലക്ഷൻ നടന്ന ബി ജെ പിക്ക് ഒരു സീറ്റും കൂടെ രാജീവ് ചന്ദ്രശേഖറിലൂടെ ലഭിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ബി ജെ പിക്ക് ഉണ്ട്. ഇനി അങ്ങനെ ഒരു സാധ്യതയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇതിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ശശി തരൂരിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ശശി തരൂർ ഇതുവരെ എടുത്തിരുന്ന നിലപാടെന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു ദാർശനിക കാഴ്ചപ്പാട് ഈ വിഷയത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ബി ജെ പിയിൽ അദ്ദേഹം ചേരുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വരും. അത് ഉപേക്ഷിക്കണം വേണ്ടേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ശശി തരൂരിൻ്റെ മുമ്പിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനായിട്ട് വരണമെങ്കിൽ, അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം ഒരുക്കുന്ന കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് അതിന് പകരമായിട്ട് ശശി തരൂരിന് കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് പരിഗണിക്കുന്ന രീതിയിലേക്ക് മാറിയാൽ ശശി തരൂർ ഒരുപക്ഷെ കോൺഗ്രസ് ഉപേക്ഷിച്ച് പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒരു സ്പേസ് നിനക്ക് തരില്ല എന്ന നിലപാട് രാഹുൽ ഗാന്ധിയും കൂടെ നിൽക്കുന്ന ആളുകൾ, KC വേണുഗോപാലൊക്കെ ശശി തരൂരിന് മുമ്പിൽ ആരാണ്? അതിൻ്റെ മുകളിലാണ് പക്ഷേ യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശശി തരൂരിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടി ഓടിക്കുന്ന അധികാര ശക്തിയായിട്ട് KC വേണുഗോപാൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം KC വേണുഗോപാലും ശശി തരൂരും തമ്മിൽ കമ്പാരിസൺ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ശശി തരൂരിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കി കോൺഗ്രസ് അതിനെ വിനിയോഗിക്കാൻ തയ്യാറാവുകയും അയാൾക്കൊരു സ്പേസ് കൊടുക്കുകയും ചെയ്താൽ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള സാധ്യത തടയപ്പെടും. അതല്ലെങ്കിൽ അയാൾ ബി ജെ പിയിലേക്ക് പോകും. പക്ഷേ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന തരൂരിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് തരൂർ തന്നെയാണ്. തരൂരിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, തരൂരിൻ്റെ ഫിലോസഫിയാണ്. അതാണ് അയാൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് അയാൾ ഉപേക്ഷിക്കില്ല എന്നുള്ളതിന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. കാരണം ഈ കപ്പാസിറ്റിയുള്ള മനുഷ്യർ അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെ വരും കാര്യം? അതായത് തരൂരിന് നിങ്ങൾക്ക് നിശബ്ദനാക്കാൻ പറ്റില്ല, കോൺഗ്രസിന് ഒരിക്കലും നിശബ്ദനാക്കാനേ പറ്റില്ല. തരൂരിന് ഇഷ്ടമുള്ളതൊക്കെ തരൂർ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരൂരിനെ അവർ പുറത്താക്കാൻ ശ്രമിച്ചാൽ തരൂരിന് ചുവന്ന പരവതാനെ വിരിഞ്ഞു കിടക്കുന്നുണ്ട്, അതിലൂടെ നടന്ന് ബി ജെ പിയിലേക്ക് കയറിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.